സാധാരണക്കാർ ആയിട്ട് ഉള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് 3 കിലോ വാട്ട് 5 കിലോ വാട്ടൊക്കെ. അപ്പോൾ അതിനകത്ത് നോർമൽ രീതിയിലുള്ള നെറ്റ് മീറ്ററിങ് തന്നെയായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് ചില ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഇലക്ട്രിസിറ്റി ബില്ല് ഇപ്പോൾ മിനിമം ചാർജ് അടച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ കൂടുതൽ പൈസ വരണു എന്നുള്ള ഇത്. അതായത് ഒരു 3 കിലോ വാട്ട് വെച്ചേക്കണ ഒരു കസ്റ്റമർ യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂട് കൂടുതൽ കാരണം പകലൊക്കെ ഇച്ചിരി AC കൂടുതലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇത് വരും. അപ്പം മുൻ മാസങ്ങളിൽ ഇത് ക്യാരി ഫോർവേഡിങ് ഉണ്ടായ കാരണം അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു. ഈ മാസങ്ങളിൽ അത് ഇല്ല, സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഏപ്രിൽ മുതൽ സീറോയിലാണ് തുടങ്ങണത്. അപ്പോൾ ആ മാസം ഉപഭോഗം കൂടുതലാണെങ്കിൽ ആ ഇലക്ട്രിസിറ്റി ചാർജ് നമുക്ക് വന്നിരിക്കും. യൂണിറ്റ്സിന് നമുക്ക് KSEB പൈസ ഇങ്ങോട്ട് തിരിച്ചു തരും. ഇപ്പം നിലവിലുള്ള സിസ്റ്റത്തിൽ 3 രൂപ 20 പൈസയാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണ ഇലക്ട്രിസിറ്റിക്ക് നമുക്ക് തരുന്നത്. ഈ സോളാർ സംബന്ധമായിട്ടുള്ള ഈ ഗ്രൂപ്പുകളിൽ ഭയങ്കര ഇത് നടക്കുന്നുണ്ട്. എന്നെ പറ്റിച്ചു, പ്രൊഡക്ഷൻ വളരെ കുറവാണ്, എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ വെച്ചേക്കണടുത്ത് നല്ല പ്രൊഡക്ഷനാണ്. ഇതാണ് പ്രശ്നം. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അതിൻ്റെ പെർസെൻറ്റേജിന് ബേസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ വരിക. മാറ്റി സ്ഥാപിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടുന്ന് അഴിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിക്കണതിന് കുഴപ്പമില്ല. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ വയ്ക്കാൻ പറ്റുള്ളൂ. നിലവിൽ ഇലക്ട്രിസിറ്റി റൂൾ അനുസരിച്ചിട്ട് അപ് ടു 5 കിലോ വാട്ട് വരെ നമുക്ക് സിംഗിൾ ഫേസിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ മെജോറിറ്റി വീടുകളും സിംഗിൾ ഫേസ് കണക്ഷനാണുള്ളത്. അപ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 3 ഫേസിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഭാഗം. നിലവിൽ ഇലക്ട്രിസിറ്റി റൂൾ അനുസരിച്ചിട്ട് അപ് ടു 5 കിലോ വാട്ട് വരെ നമുക്ക് സിംഗിൾ ഫേസിൽ കണക്ട് ചെയ്യാം. അപ്പോൾ കൂടുതലും 3 കിലോ ഇങ്ങനെയുള്ള വീടുകളിൽ 3 കിലോ വാട്ടാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് സിംഗിൾ ഫേസിൽ കണക്ട് ചെയ്യുന്നതിന് ഇഷ്യൂ ഇല്ല. ഇപ്പോൾ 3 ഫേസ് വേണ്ടി വരുന്നത് 5 കിലോ വാട്ട് എബോവ് വരുന്ന കേസിലാണ് 3 ഫേസ് വേണ്ടി വരുന്നത്. അങ്ങനെ കപ്പാസിറ്റി കൂട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിലവിൽ ആ ട്രാൻസ്ഫോമർ ഏരിയയിൽ ഫീസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഇപ്പോൾ 2 കിലോ വാട്ടും കൂടി കൂടുതലാണെങ്കിൽ ആ 2 കിലോ വാട്ടിൻ്റെയും കൂടി കൂടുതൽ പേയ്മെൻറ്റ് അടച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫോമറിൽ കപ്പാസിറ്റി ഉണ്ടാവുകയും വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ കിട്ടുള്ളൂ. അത് അങ്ങനെയുള്ള വീടുകളിൽ 3 ഫേസ് ആയിരിക്കും. ഇനി അത് കൂടുതൽ കൺസപ്ഷൻ ഉള്ള ആവശ്യമുള്ളവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഫേസിലേക്ക് മാറേണ്ടി വരും. അത് കമ്പൽസറി ആയി. ഇപ്പോൾ ആൾറെഡി ഒരു സിംഗിൾ ഫേസിൽ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത വീട് പിന്നീട് 3 ഫേസിലേക്ക് മാറി കഴിയുമ്പോൾ ഈ ഇൻവെർട്ടറിലോ ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി വരും? അല്ല, നമുക്ക് ഇപ്പോൾ അവിടെ വെച്ചേക്കുന്നത് 5 കിലോ വാട്ട് സിംഗിൾ ഫേസ് ഇൻവെർട്ടർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 ഫേസിലേക്ക് മാറുമ്പോൾ അത് തന്നെ ഉപയോഗിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഒരു ഫേസിലേക്ക് അത് കണക്ട് ചെയ്താൽ മതി. ലോഡ് ബാലൻസിങ് ഉണ്ടാവില്ല എന്നുള്ളൂ ഇൻവെർട്ടറിൽ. കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കണതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഫേസിൽ കറണ്ട് ഉണ്ടെങ്കിലേ പ്രൊഡക്ഷൻ നടക്കുള്ളൂ ഓൺ ഗ്രിഡ്. അതെ. ഇപ്പോൾ ഒരു 2 കിലോ വാട്ടോ 3 കിലോ വാട്ടോ ഒന്ന് വെക്കുന്നതിന് നിലവിൽ സിംഗിൾ ഫേസ് തന്നെ മതി. അപ്പോൾ ഒരു 5 കിലോ വാട്ട് വരെ വെക്കുന്നതിന്റെ KSEB റൂൾസ് ഒക്കെ എങ്ങനെയാണ്? അപ് ടു 5 കിലോ വാട്ട് സിംഗിൾ ഫേസ് കുഴപ്പമില്ല. 5 കിലോ വാട്ട് എബോവിലേക്ക് വരുമ്പോഴാണ് 3 ഫേസ് നിർബന്ധമാക്കിയിട്ടാണ്. ആ ലോഡ് ഇൻ ബാലൻസിങ് വരും. ഇപ്പൊ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു വൈറലായ ഒരു വീഡിയോ ഉണ്ടല്ലോ, പല സ്ഥലത്തും 270 വോൾട്ട് ആണ് തന്നെ പീക്ക് ടൈമിൽ എന്നൊക്കെ പറഞ്ഞ് അതുണ്ടായിരുന്നല്ലോ. അത് വരണത് ഇങ്ങനെയുള്ള ഇംബാലൻസിങ് വരുമ്പോഴാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ഹയർ കപ്പാസിറ്റി ഇൻവെർട്ടേഴ്സ് വെക്കണവർ ഈ പറയുന്ന 3 ഫേസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിക്കോളും, ക്ലിയർ ചെയ്ത് പോയിക്കോളും. ഇപ്പോൾ ഒരു 3 കിലോ വാട്ട് സിസ്റ്റം ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തൊരു വീട്ടിൽ പിന്നെ അവിടെ ഇലക്ട്രിസിറ്റിൻ്റെ യൂസേജ് കൂടുതലായി വന്നു. അപ്പോൾ ഇനി അത് 5ലേക്കോ അല്ലെങ്കിൽ അത് കൂടുതലുള്ളതിലേക്കോ മാറാൻ എന്താണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ വരിക? അങ്ങനെ കപ്പാസിറ്റി കൂട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിലവിൽ ആ ട്രാൻസ്ഫോമർ ഏരിയയിൽ ഫീസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഇപ്പോൾ 2 കിലോ വാട്ടും കൂടി കൂടുതലാണെങ്കിൽ ആ 2 കിലോ വാട്ടിൻ്റെയും കൂടി കൂടുതൽ പേയ്മെൻറ്റ് അടച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫോമറിൽ കപ്പാസിറ്റി ഉണ്ടാവുകയും വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ കിട്ടുള്ളൂ. ഇപ്പോൾ പല സ്ഥലത്തും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ട്രാൻസ്ഫോമർ കപ്പാസിറ്റി കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളൊരു കൊമേഴ്ഷ്യൽ സ്ഥാപനം
റൺ ചെയ്യുന്നുണ്ട്, അവിടെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഇല്ല. പക്ഷെ നമ്മളെ വീട്ടില് ആൾറെഡി ഒരു പ്ലാന്റ് ഉണ്ട്, അപ്പോൾ അവിടെ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇനി അഡീഷണൽ എക്സ്പാൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുള്ള കറണ്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു വീലിംഗ് എന്നാണ് ആ പ്രോസസ്സിനെ പറയണത്. അങ്ങനെ വീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കൊമേഴ്സ്യൽ സ്ഥാപനത്തിൽ വീട്ടിൽ നിന്ന് കൊടുക്കണതിന് ഒരു പരിധിയുണ്ട്. വീട്ടിൽ വെക്കാൻ പറ്റുന്ന സോളാർ സിസ്റ്റത്തിന് ഒരു പരിധിയുണ്ട്. അതിന്റെ കണക്ടർ ലോഡിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സോളാർ വെക്കാനുള്ള അനുമതി കിട്ടണത്. അപ്പൊ വീട്ടിലെ കണക്ടർ ലോഡ് എന്ന് പറയുന്നത് 5 കിലോ വാട്ട് ആണെങ്കിൽ 5 കിലോ വാട്ടേ കൂടുതൽ നമുക്ക് ഇല്ല. അപ്പൊ കണക്ടർ ലോഡ് കൂട്ടി കപ്പാസിറ്റി കൂട്ടി കാണിച്ചിട്ട് വേണം അവിടെ ചെയ്യാനായിട്ട്. അങ്ങനെ കൂട്ടി കാണിച്ചിട്ട് ചെയ്യാം. കുഴപ്പമില്ല. അതുകൊണ്ട് എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുകൾ മിനിമം ചാർജസ് ഒക്കെ ഇച്ചിരി കൂടും, അതിനനുസരിച്ച് കൂടും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ചെറിയൊരു സ്ഥാപനമാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടേക്ക് വീൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത്രയും നാള് ആ ഇലക്ട്രിസിറ്റി കണക്ഷൻ പേരിൽ മതി എന്നൊരു നിയമമാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് അത് ചേഞ്ച് ചെയ്തിട്ട് പ്രോപ്പർട്ടി സ്വന്തമായിരിക്കണം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ മിക്കവരും ഇപ്പൊ ഷോപ്പ് നടത്തുന്നത് റെന്റഡ് ആയിരിക്കുമല്ലോ. റെന്റഡ് അതിനകത്തേക്ക് വീൽ ചെയ്യണത് നിയമാനുസൃതം കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുതിയൊരു ഇതങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊന്ന് തോന്നണം. ഈ വീൽ ചെയ്യുന്നതിന് എന്ത് എക്സ്പെൻസ് വരും? ഇപ്പോ അവര് പെർ യൂണിറ്റ് 60 പൈസയുടെ അടുത്ത് വീലിംഗ് ചാർജ് ഈടാക്കുന്നുണ്ട്. എന്നാലും കൊമേഴ്സ്യൽ ലൈനിലേക്ക് വീൽ ചെയ്യുമ്പോൾ അത് വിഷയാക്കേണ്ട കാര്യമില്ല, കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളൊരു ഓൾറെഡി ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത വീട്ടിൽ നിന്ന് നമ്മൾ മാറി മറ്റൊരു വീട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത സിസ്റ്റം നമുക്ക് അവിടെ മാറ്റി സ്ഥാപിക്കാൻ കഴിയുമോ? സാങ്കേതികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിന് വരാണ്? മാറ്റി സ്ഥാപിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇവിടുന്ന് അഴിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിക്കണതിന് കുഴപ്പമില്ല. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ മാറിപ്പോണ സ്ഥലത്ത് അവിടുത്തെ കപ്പാസിറ്റി തീർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അതവിടെ വെക്കാൻ പറ്റില്ല, കണക്ടിവിറ്റി കിട്ടില്ല. ഇപ്പൊ നേരത്തെ ചോദിച്ചു നമ്മൾ വാറണ്ടിന്റെ ഇഷ്യൂസ് പറഞ്ഞിരുന്നു. അപ്പൊ ഇത് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഈ സിസ്റ്റത്തിന്റെ വാറണ്ടി എന്തെങ്കിലും ബാധിക്കാം? വാറണ്ടിയും ലൊക്കേഷനും തമ്മിൽ ബന്ധമില്ലല്ലോ. എവിടെയായാലും വാറണ്ടി സപ്പോർട്ട് കിട്ടിയിരിക്കും, കുഴപ്പമില്ല. ഇപ്പൊ ഒരു 3 കിലോ വാട്ടോ അല്ലെങ്കിൽ 5 കിലോ വാട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു മാക്സിമം പീക്ക് അവർ, അതായത് ഒരു മാർച്ച് ഏപ്രിൽ സമയങ്ങളിലൊക്കെ നല്ല വെയിലാണല്ലോ, ആ സമയത്ത് എത്രത്തോളം പ്രൊഡക്ഷൻ മാക്സിമം കിട്ടാം? അത് ഓരോ സ്ഥലത്തെ റേഡിയേഷൻ അനുസരിച്ചിട്ടാണ്. വെളിച്ചത്തിന്റെ ലക്സിങ് എന്ന് പറയും, അതിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. ഇപ്പൊ നമ്മൾ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഇപ്പോൾ ഒരു 5 കിലോ വാട്ട് വെച്ചു, കോട്ടയം ഭാഗത്ത് ഒരു 5 കിലോ വാട്ട് വെച്ചു, സെയിം സാധനം സെയിം മെറ്റീരിയൽ, പക്ഷെ ആ പ്രൊഡക്ഷനിൽ നല്ല ചിലപ്പോൾ വ്യത്യാസം കാണിക്കും. നോർമൽ ഇതിനകത്ത് ഒരു 5 കിലോ വാട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ലൈറ്റുള്ള സമയമാണെന്നുണ്ടെങ്കിൽ 20 മുതൽ 30 യൂണിറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്യും. 30 യൂണിറ്റ് എന്ന് പറയുന്നത് ഇച്ചിരി അതിശയോക്തിപരമായിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പല സ്ഥലത്തും 32, 34 വന്നിട്ടുണ്ട്. എന്നാൽ ഏറ്റവും നല്ല ഇതുള്ള ലൈറ്റുള്ള സ്ഥലം എന്ന് പറയപ്പെട്ട ഇതൊത്തു പോലും 25 കൂടുതൽ കിട്ടാത്ത സ്ഥലമുണ്ട്, സെയിം മെറ്റീരിയൽ വെച്ചിട്ട്. അപ്പൊ ആ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് അതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ആ ഇന്റൻസിറ്റി ലൈറ്റ് ഓരോ സമയത്തും ഓരോ ആംഗിൾ, നമ്മളൊരു അപ്രോക്സിമേറ്റ് ആംഗിളിലാണ് നമ്മൾ വെക്കുന്നത്. എപ്പോഴും ലൈറ്റ് കിട്ടുന്ന ഒരു ആംഗിളല്ല, മാക്സിമം ലൈറ്റ് കിട്ടാവുന്ന ഒരു ആംഗിളിലാണ് നമ്മളത് വെക്കുന്നത്. സൗത്ത് ഡയറക്ഷനിൽ 11.5 12 ഡിഗ്രി ആ ലെവലിലാണ് വെക്കണേ. അപ്പൊ ആ ലെവലിൽ മാക്സിമം എത്ര ടൈമിൽ നമുക്ക് നല്ല ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് കിട്ടും എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ. ഇപ്പൊ പല ഈ സോളാർ സംബന്ധമായിട്ടുള്ള ഈ ഗ്രൂപ്പുകളിൽ ഭയങ്കര ഇത് നടക്കുന്നുണ്ട്, എന്നെ പറ്റിച്ചു, പ്രൊഡക്ഷൻ വളരെ കുറവാണ്, എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ വെച്ചേക്കണടുത്ത് നല്ല പ്രൊഡക്ഷനാണ്. അത് ഇതാണ് പ്രശ്നം. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് അതിൻ്റെ പെർസെൻറ്റേജിന് ബേസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ വരിക. ഇപ്പൊ ഈ പ്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പൊതുവെ ആളുകൾ ചോദിക്കുന്നതാണ്, വേനൽക്കാലത്തും ഒക്കെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പ്രൊഡക്ഷൻ ഇല്ലല്ലോ. മഴക്കാലത്ത് നമുക്ക് ലൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും പ്രൊഡക്ഷൻ നടക്കും. മഴക്കാലത്ത് പറഞ്ഞ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുന്നത് മാത്രമല്ല, കാർമേഘം വന്ന് മൂടും. ഈ കാർമേഘം വന്ന് മൂടുമ്പോൾ ക്രമാതീതമായിട്ട് പ്രൊഡക്ഷൻ കുറയും. വേറെ എന്തൊക്കെ ഈ പ്രൊഡക്ഷൻ കുറയാനുള്ളൊരു കാരണങ്ങളായിട്ട്? പ്രൊഡക്ഷൻ പിന്നെ കുറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കുറയും. അപ്പം അത് ഇൻസ്റ്റാൾ എല്ലാം നോക്കി മാക്സിമം ഷെയ്ഡ് കുറവുള്ള സ്ഥലത്തായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ എങ്ങാനിപ്പോൾ ഒരു മരം പെട്ടെന്ന് ഈ ഇല്ലി എന്ന് പറയുന്നത് മുള അങ്ങനെ സമയം പറഞ്ഞ നേരം കൊണ്ട് വളരണേ, നമ്മളത് ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഭംഗിക്ക് വേണ്ടി പല വീട്ടിലും നട്ടുവളർത്തും. അത് നമ്മൾ ഈ സാധനം വെച്ചിട്ട് ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് ഈ സാധനം ഇതിന് മേലേക്ക് പോയിട്ട് അതിൻ്റെ ഒരു ഷെയ്ഡ് വന്നത്, അതൊക്കെ അതിനെ ബാധിക്കും. അതൊക്കെ ശ്രദ്ധിച്ച് ആ വീട്ടുകാരൻ അത് നോക്കിയാൽ മതി. അതിനനുസരിച്ച് ഷെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, മരം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഒന്ന് ട്രിം ചെയ്ത് വെച്ച് ക്ലിയർ ചെയ്ത് വിടുക.
ഇപ്പോൾ ഒരു 5 കിലോവാട്ട് സിസ്റ്റത്തിൽ ഒരു 25 യൂണിറ്റ് ഒക്കെ പെർ ഡേ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അതൊരു മഴക്കാലത്തിലേക്ക് പോകുന്ന സമയത്ത് എത്ര വരെ കുറയാം? ഇറ്റ്സ് ഡിപ്പെൻസ്. ഇപ്പോൾ മഴക്കാലം എന്ന് പറയുമ്പോൾ മഴ മാത്രമല്ല, മൂടലുണ്ടാവും, കാർമേഘത്തിന് മൂടലുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും നാളത്തെ നമുക്ക് ഓൺലൈനിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒരുവിധമുള്ളതെല്ലാം ഇത് നമുക്ക് നെറ്റ് കണക്ടിവിറ്റി ഉള്ളതെല്ലാം നമ്മൾ ഇടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ മഴ മാത്രമേ വീണുള്ളൂ. വേറെ ലൈറ്റ് അത്യാവശ്യമുള്ള സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 25-30% കുറവായിരിക്കും ഉണ്ടാവുക. പക്ഷെ മൂടലുള്ള സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിലോ 50-70% ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് നമ്മുടെ കൺസപ്ഷനും കുറവായിരിക്കും. അതുകൊണ്ട് കാര്യമായിട്ടുള്ള അത് ബാധിക്കില്ല. അപ്പോൾ AC ഫുൾ ടൈം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെന്ന് മഴക്കാലത്ത് അത് ഓഫായിരിക്കും. അപ്പോൾ കൺസപ്ഷനും കുറവായിരിക്കും. അപ്പോൾ ആവറേജ് വെച്ച് നോക്കാം, ത്രൂ ഔട്ട് ഇയർ വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്കൊരു 5 കിലോ വാട്ടിൽ നിന്ന് ആവറേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു 20 യൂണിറ്റ് ആണ്. അതായത് നല്ല ലൈറ്റുള്ള സമയത്ത് ഈ പറഞ്ഞ പോലെ 25, 26, 27, 28, 30 വരുന്ന സംഭവം ഇപ്പോൾ മഴയത്ത് 15 10 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും ഈ നല്ല പ്രൊഡക്ഷൻ ഉള്ള ഇത്. അവർ ആവറേജ് നമുക്കൊരു 20 പ്രതീക്ഷിക്കാം. അതേപോലെ ഈ ഓൺ ഗ്രിഡിൽ നമുക്ക് KSEB ലൈൻ ഉണ്ടെങ്കിലാണ് പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. മഴക്കാലത്ത് മിക്കവാറും ചിലപ്പോൾ പകൽ സമയത്ത് 3-4 പ്രാവശ്യമൊക്കെ കറണ്ട് പോവാം. പവർ ഔട്ടേജ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കുറവായിരിക്കും. അതും ഇതിനെ ബാധിക്കുന്ന ഒരു. ഇപ്പോൾ എനിക്കൊരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രോസസ്സ് ചെയ്യണം? ഇത് നമ്മൾ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 2 രീതി ചെയ്യാം. ഒന്ന് സബ്സിഡിയോട് കൂടി ചെയ്യാം, സബ്സിഡി ഇല്ലാതെയും ചെയ്യാം. സബ്സിഡിയോട് കൂടി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് PM സൂര്യഘർ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. അതിനകത്ത് കയറി നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ഫീസിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യണം. അത് ഫീസിബിലിറ്റി തരുന്നത് നമുക്ക് KSEB ആണ്. KSEBയിൽ ഫീസിബിലിറ്റി തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1000 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി ഇത്രയുണ്ട്, അതിനകത്ത് ഇത്ര കിലോ വാട്ട് വയ്ക്കാം എന്നുള്ളൊരു അനുമതി പത്രം നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റലേഷൻ ആരംഭിക്കാം. ഇൻസ്റ്റലേഷൻ ആരംഭിച്ച് കംപ്ലീഷൻ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവനേക്കാൾ മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് KSEBയിൽ. അതായത് 1 കിലോ വാട്ടിന് 1000 പ്ലസ് GST വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 5 കിലോ വാട്ട് ആണെങ്കിൽ അത് ഏകദേശം 5980 രൂപ വരും വിത്ത് GST. അത് റീഫണ്ടബിൾ ഒരു ഡെപ്പോസിറ്റ് പോലെയാണ്. നമുക്ക് ഒരു 4000 രൂപയുടെ അടുത്ത് റീഫണ്ട് തിരിച്ചു കിട്ടും. അത് ഒരു 2 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രജിസ്ട്രേഷൻ ഫീസ് നമുക്ക് തിരിച്ചു കിട്ടും. അതിനുശേഷം നമ്മൾ ഡയഗ്രാംസ് കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തൊരു ഫയൽ ചെയ്ത് കംപ്ലീഷൻ റിപ്പോർട്ടോടുകൂടി KSEBയിൽ കൊടുക്കുമ്പോൾ AE നമുക്കത് കണക്ഷന് വേണ്ടിയിട്ടുള്ള അനുമതി തരും. ഇതിൻ്റെ മീറ്റർ മാറ്റി വയ്ക്കണം. നമ്മുടെ വീട്ടിൽ അത്രയും നാൾ ഉപയോഗിച്ചിരുന്നത് യൂണി ഡയറക്ഷണൽ എനർജി മീറ്റർ ആയിരിക്കും. അത് മാറ്റിയിട്ട് ബൈ ഡയറക്ഷണൽ മീറ്റർ, നെറ്റ് മീറ്റർ വയ്ക്കേണ്ടി വരും. ആ നെറ്റ് മീറ്റർ വെച്ചിട്ട് പ്രൊഡക്ഷൻ ആരംഭിക്കാം. അപ്പോൾ ഈ നെറ്റ് മീറ്റർ ഒന്നെങ്കിൽ KSEBയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മേടിച്ച് കൊടുക്കാം. വിത്ത് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അടക്കം കൊടുക്കണം. അപ്പം നമ്മൾ KSEBയിൽ മീറ്റർ മേടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീറ്റർ റെൻറ്റ് ഒഴിവായി കിട്ടും. KSEBയിൽ നിന്ന് തരാണെങ്കിൽ മീറ്റർ റെൻറ്റ് വരും. ഇപ്പോൾ ഈ ഡയഗ്രാം തയ്യാറാക്കി കൊടുക്കുന്നതൊക്കെ പൊതുവെ ഇൻസ്റ്റാളർ ആണല്ലോ. അപ്പോൾ ഒരു നല്ലൊരു ഇൻസ്റ്റാളറെ ഒരു കസ്റ്റമർ എങ്ങനെ ചൂസ് ചെയ്യും? നല്ലൊരു ഇൻസ്റ്റാളർ ഇതെല്ലാം ഒരു B ഗ്രേഡ് ലൈസൻസ് ഉള്ള ഒരു എഞ്ചിനീയർ ആയിരിക്കും. അത് ശരിക്കും വേണം. അത് സർട്ടിഫൈ ചെയ്ത് സീല് വെച്ച ഡയഗ്രാം ആണ് അവർ അംഗീകരിക്കുള്ളൂ. അല്ല, നല്ലൊരു ഇൻസ്റ്റാളറെ എങ്ങനെ ചൂസ് ചെയ്യുന്നത്? ഇൻസ്റ്റാളറെ ചൂസ് ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ഇതുവരെ ചെയ്തേക്കണ എന്തെങ്കിലും ചെയ്തേക്കണ ഇത് ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, നോക്കിയിട്ട് ചെയ്യുക. കാര്യങ്ങളെല്ലാം ചോദിച്ച് ഇപ്പം നമ്മളുടെ അടുത്ത് കുറേ ഡൗട്ട് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ആൻസർ കിട്ടണ ഒരു ഇൻസ്റ്റാളറെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇതായിരിക്കും. ഇപ്പോൾ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നമ്മളൊരു യൂസ് ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പൈസ അങ്ങോട്ട് റീഫണ്ട് ആയിട്ട് കിട്ടും എന്ന് പറയില്ലേ? അത് എങ്ങനെയൊക്കെയാണ്? അതിൻ്റെ റേറ്റ് എത്രത്തോളം കിട്ടും? അതേപോലെ ഏത് സമയത്താണ് അത് വരിക എന്നുള്ളത്? KSEBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റ്സിന് നമുക്ക് KSEB പൈസ ഇങ്ങോട്ട് തിരിച്ചു തരും. ഇപ്പം നിലവിലുള്ള സിസ്റ്റത്തിൽ 3 രൂപ 20 പൈസയാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണ ഇലക്ട്രിസിറ്റിക്ക് നമുക്ക് തരുന്നത്. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ March 31 വരെയുള്ള പ്രൊഡക്ഷൻ അത് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് ബാങ്കിങ് യൂണിറ്റ്സ് എന്ന് പറയും. ആ യൂണിറ്റ്സ് എത്രയാണോ അതിന്
ആ യൂണിറ്റ് 1000 യൂണിറ്റ് ആണെങ്കിൽ 1000 യൂണിറ്റിന് 3 രൂപ 20 പൈസ വെച്ച് നമുക്ക് തരും. അത് മാർച്ച് 31 അല്ല, അത് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ പേയ്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആയിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്. എല്ലാ മാസവും അതിന്റെ യൂണിറ്റ് നോക്കുക അതോ? എല്ലാ മാസത്തെ യൂണിറ്റ് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഏറ്റവും അവസാനം മാർച്ച് 31 വരണ യൂണിറ്റ്സ് ബാലൻസ് യൂണിറ്റ്സ് എത്രയാണോ അതിന് നിലവിൽ 3 രൂപ 20 പൈസ വെച്ച് ആണ് കൊടുക്കുന്നത്. അതായത് മാർച്ച് 31 ആകുമ്പോൾ ആ ഒരു ഇയറിൽ മൊത്തം യൂസ് ചെയ്തതെന്ന് ടോട്ടൽ പ്രൊഡക്ഷൻ. അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് ചില ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഇപ്പൊ മിനിമം ചാർജ് അടച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ കൂടുതൽ പൈസ വരണു എന്നുള്ള ഇത്. അതായത് ഒരു 3 കിലോ വാട്ട് വെച്ചേക്കണ ഒരു കസ്റ്റമർ യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂട് കൂടുതൽ കാരണം പകലൊക്കെ ഇച്ചിരി AC കൂടുതലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഇത് വരും. അപ്പൊ മുൻ മാസങ്ങളിൽ ഇത് ക്യാരി ഫോർവേഡിങ് ഉണ്ടായ കാരണം അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു. ഈ മാസങ്ങളിൽ അത് ഇല്ല, സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഏപ്രിൽ മുതൽ സീറോയിലാണ് തുടങ്ങണത്. അപ്പൊ ആ മാസം ഉപഭോഗം കൂടുതലാണെങ്കിൽ ആ ഇലക്ട്രിസിറ്റി ചാർജ് നമുക്ക് വന്നിരിക്കും. അതാണ് അങ്ങനെ കൂടുതൽ വരുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാം. ഇപ്പോൾ ഈ എനർജി ബാലൻസ് ഉള്ള എമൗണ്ട് റീഫണ്ട് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? അത് റീഫണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണ ഒരു പ്രോസസ് ഉണ്ട്. നമ്മളൊരു പാസ്ബുക്കിന്റെ ഫ്രണ്ടും ഒരു റിക്വസ്റ്റും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് ഈ പേയ്മെന്റ് വരും. ഈ ജൂലൈ ആകുമ്പോൾ അതിപ്പോ ഈ രജിസ്ട്രേഷൻ ഫീസ് റീഫണ്ടും അതേപോലെ തന്നെയാണ്, അക്കൗണ്ടിലേക്കാണ് റീഫണ്ട് വരുന്നത്. ഇപ്പൊ നിലവിൽ നെറ്റ് മീറ്ററിംഗ് ആണല്ലോ സോളാർ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ പൊതുവെ ആളുകൾ പറയണത് ഇനി ഗ്രോസ് മീറ്ററിംഗ് വരും എന്നുള്ളതുകൊണ്ട് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ നെറ്റ് മീറ്ററിങ്ങിനെ സത്യത്തിൽ നമ്മൾ ഭയക്കണോ അതോ അത് ഈ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളിൽ അത് ബാധിക്കുമോ? ഈ എന്തായാലും ഉണ്ടല്ലോ, ഈ ഗവൺമെന്റിന് ഒരു പോളിസി ഉണ്ടാവും. സാധാരണക്കാര് ആയിട്ട് ഉള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് 3 കിലോ വാട്ട് 5 കിലോ വാട്ടൊക്കെ. അപ്പൊ അതിനകത്ത് നോർമൽ രീതിയിലുള്ള നെറ്റ് മീറ്ററിംഗ് തന്നെയായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക. ഗ്രോസ് മീറ്ററിംഗ് പറയുന്നത് കൊമേഴ്സ്യൽ ഇതിനകത്തും കൂടുതൽ ഇത് പറയുന്നത് ഈ ചിലപ്പോൾ 10 കിലോ വാട്ട് അല്ല, ഒരു 15 കിലോ വാട്ട് എബോവ് ഒക്കെ ആയിരിക്കും ഗ്രോസ് മീറ്ററിംഗിലേക്ക് വരിക. പക്ഷെ അവർക്ക് അതിനനുസരിച്ച് കൺസപ്ഷൻ ഉണ്ട്. ആ കൺസപ്ഷൻ ഉള്ളവർക്ക് ഗ്രോസ് മീറ്ററിംഗ് വന്നു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമൊന്നും വരാനില്ല. നോർമൽ റെസിഡൻഷ്യൽ പർപ്പസിൽ ഈ 3 കിലോ വാട്ട് 5 കിലോ വാട്ട് വരെയുള്ളതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഹൈബ്രിഡ് ആക്കണം എന്നുള്ളൊരു ഹൈബ്രിഡ് ആക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ 10 കിലോ വാട്ട് നെറ്റ് വരെ നെറ്റ് മീറ്ററിംഗിൽ പോകുമ്പോൾ അതിനകത്ത് 10 കിലോ വാട്ട് ആണെന്നുണ്ടെങ്കിൽ 20% ബാറ്ററി ബാക്കപ്പ് വേണമെന്നുണ്ട്. എന്നാലേ നെറ്റ് മീറ്ററിംഗ് ഓപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഉള്ളതിലും ഈ പറഞ്ഞ 50% 60% അങ്ങനെ റേഷ്യോ പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ 3 കിലോ വാട്ട് 5 കിലോ വാട്ടും നെറ്റ് മീറ്ററിംഗിൽ പോകണമെന്നുണ്ടെങ്കിൽ അതാണ്, അല്ലാന്നുണ്ടെങ്കിൽ വെക്കണമെന്നില്ല. എത്ര ഏതായാലും അല്ല, നിലവിൽ ഇത് നെറ്റ് മീറ്ററിംഗിലാണ് നിലവിൽ നമ്മൾ പോകുന്നത് നെറ്റ് മീറ്ററിംഗിലാണ് പോകുന്നത്. അത് ഇനി ഗ്രോസിലേക്ക് വരാൻ സാധ്യതയില്ല. കൊമേഴ്സ്യൽ ഇതിനകത്ത് മാത്രമാണ് അങ്ങനെ വരാത്തുള്ളൂ, സാധ്യതയുള്ളൂ. ഗവൺമെന്റ് പോളിസിയാണല്ലോ. ആ പോളിസി പ്രകാരം 5 കിലോ വാട്ട് വരെ പേടിക്കേണ്ട കാര്യം ഇല്ല. ഇപ്പോൾ ഗവൺമെന്റ് സബ്സിഡി ഉണ്ടല്ലോ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് എത്ര കിലോ വാട്ട് വരെ നമുക്ക് സബ്സിഡി കിട്ടും? അത് നമ്മൾ ആദ്യം എമൗണ്ട് അടച്ചതിന് ശേഷം പിന്നെ എമൗണ്ട് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് വരുന്നതാണോ? സബ്സിഡി സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡിയാണ്. അതിനകത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോ വാട്ടിന് 30,000 രൂപ, 2 കിലോ വാട്ടിന് 60,000 രൂപ, 3 കിലോ വാട്ടിന് 78,000 രൂപയാണ്. മാക്സിമം സബ്സിഡി എന്ന് പറയുന്നത് 78,000 രൂപയാണ്. 3 കിലോ വാട്ട് മുതൽ നമുക്ക് 78,000 രൂപ സബ്സിഡി കൊടുക്കും. അത് എത്ര കിലോ വാട്ട് സെറ്റ് ചെയ്താലും 78,000 ആണ് മാക്സിമം സബ്സിഡി. അത് നമുക്ക് ഡയറക്റ്റ് കസ്റ്റമർ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അത് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് 2 ആഴ്ച മുതൽ 45 ഡേയ്സിനുള്ളിൽ ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഇപ്പോൾ സോളാർ ഇൻസ്റ്റാളേഷനിൽ സാധാരണ കണ്ടുവരുന്ന മിസ്റ്റേക്സ്, അതിപ്പോൾ ജനങ്ങൾ സാധാരണക്കാർ നോക്കുന്നത് ഒരു 3 കിലോ വാട്ട് സിസ്റ്റം ഇത്ര രൂപ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു, പരസ്യമുള്ള കൂടുതൽ ആളുകൾ നോക്കുന്നത്. അപ്പോൾ എമൗണ്ട് ആണ് കാര്യമായിട്ട് നോക്കുന്നത്. ഇതിൽ സോളാർ പാനലിന്റെ എഫിഷ്യൻസി കാര്യങ്ങളൊന്നും അത്ര ബോധം എല്ലാവരും. അപ്പോൾ പബ്ലിക് ഇതിന് വരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ് ഇത് ചൂസ് ചെയ്യുന്ന സമയത്ത്? ഒരു സാധാരണ ലെവലിൽ ആദ്യം നോക്കുന്നത് പ്രൈസാണ് നോക്കുന്നത്. അപ്പോൾ പ്രൈസ് നമ്മുടെ വീട്ടിലാണ് വെക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 വർഷമെങ്കിലും യൂസ് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ ആ രീതിയിൽ നിലനിൽക്കുന്ന രീതിയിലുള്ള സ്ട്രക്ചർ തുടങ്ങി ശ്രദ്ധിക്കണം. ആ സ്ട്രക്ചർ തുടങ്ങി നല്ല രീതിയിൽ ചെയ്ത് അതിന്റെ പാനൽ ഫിക്സ് ചെയ്യുന്ന ക്ലാമ്പിങ്ങിന് വരെ കേബിൾസ്, DB യൂണിറ്റുകൾ, ഇൻവെർട്ടർ, ഈ മീറ്റർ, അതൊക്കെ ഓരോന്നിനും നല്ല പ്രൈസ് ചേഞ്ച് വരുന്ന ബ്രാൻഡുകളുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഈൽഡ് കിട്ടുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് വെച്ച് ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ട് ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന രീതിയിലുള്ള സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഒരു ഇൻസ്റ്റാളർ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അയാളോട് എന്തൊക്കെ ചോദിക്കണം? ഒരു കസ്റ്റമർ എന്നുള്ള തരത്തിൽ നമ്മൾ കോൺടാക്റ്റിൽ എത്തുന്നതിന് മുന്നേ എന്തെല്ലാം? നമ്മൾ എന്തായാലും ഒരു റൂഫ് ടോപ്പ് സിസ്റ്റമാണ് ചെയ്യുന്നത്. റൂഫ് ടോപ്പിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ കാറ്റ് പിടിക്കാത്ത രീതിയിൽ നല്ലൊരു വിൻഡ് ഓവർ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻസും അതിനനുസരിച്ചിട്ടുള്ള ഗേജുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് സ്ട്രക്ചർ ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പറയുന്ന പാനലിന്റെ എഫിഷ്യൻസി, മാക്സിമം എഫിഷ്യൻസി ഉള്ള പാനൽസ് യൂസ് ചെയ്യാം. ഇതേപോലത്തെ ഗ്രേഡഡ് പാനൽസ് യൂസ് ചെയ്യാം. അതിനുശേഷം കേബിൾസ്, DC കേബിൾസ് വരും. ആ DC കേബിൾസിന്റെ ഷീറ്റിംഗ് എത്ര ഇത് വരും, അത് കോപ്പർ ടിൻ
ബേസ്ഡ് ആയിട്ടുള്ള നല്ല റെസിസ്റ്റൻസ് ഇത് ചെയ്യാവുന്ന ഡബിൾ ഷീറ്റിംഗ് പോലുള്ള കേബിൾസ് ഉപയോഗിച്ച് ഇതൊക്കെ വേറെ ഒന്നുമല്ല. അത് നമ്മൾ ആവറേജ് 20 ഇയേഴ്സ് അല്ലെങ്കിൽ 15 ഇയേഴ്സ് കവർ ചെയ്ത് പോകണം. നമുക്ക് ഡീഗ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ആവാൻ സാധ്യതയുള്ള സംഭവം തന്നെ. അതുപോലെ അതേപോലെ നമ്മൾ പറഞ്ഞ ഉപയോഗിക്കുന്ന DBയിൽ SPD ഉണ്ട്, സർജ് പ്രൊട്ടക്ടിംഗ് ഡിവൈസസ്. അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മനസ്സമാനത്തോടെ ഉപയോഗിക്കാം. വാറണ്ടി സാധനം മാക്സിമം ഓൺ സൈറ്റ് വാറണ്ടി ഉള്ള ഇൻവെർട്ടേഴ്സും സാധനങ്ങളും ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു കാരണം വെച്ചാൽ ഇപ്പോൾ നല്ലൊരു സീസണാണ് വയ്ക്കുക, ഇപ്പോൾ ഇൻസ്റ്റലേഷൻ്റെ സീസൺ. അതിനകത്ത് നല്ല വർക്കുള്ള ഒരാൾ മാറി കഴിയുമ്പോൾ വർക്ക് കുറഞ്ഞ ചിലപ്പോൾ നിർത്താം എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് കമ്പനീനെ കോൺടാക്ട് ചെയ്ത് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രാൻഡ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇതൊരു ബിസിനസ് മാത്രമായിട്ട് എടുത്ത് ചെയ്യുന്ന ഇൻസ്റ്റാളേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ അതിൻ്റെ പ്രോഫിറ്റും അതിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു കഴിയുമ്പോൾ ഫ്ലോ കുറഞ്ഞാൽ അവർ വേറെ ബിസിനസ്സിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ഇത് കുറയ്ക്കും. അപ്പോൾ ഇതിൻ്റെ സർവീസിലേക്ക് അത് ബാധിക്കും. അപ്പോൾ അതൊരു പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണലി ഇത് തന്നെ മുമ്പേ തുടങ്ങി തന്നെ ഉള്ള ഒരു ആളെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എത്ര വർഷം വന്നു കഴിഞ്ഞാലും ആ പാഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സെലക്ട് ചെയ്ത് ആ സെലക്ഷൻ ഓഫ് ഇൻസ്റ്റാളർ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് പൊതുവെ ചെയ്തു വരാറുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? മിസ്റ്റേക്സ് അതായത് ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റാളേഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും വിചാരം എല്ലാ കാര്യങ്ങളും ആ ഇൻസ്റ്റാളർ ചെയ്തോളും എന്നാണ്. അപ്പോൾ കസ്റ്റമർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ ഇൻവെർട്ടറിൻ്റെ അടുത്ത് പോയി വർക്കിംഗ് ആണോ, അത് ഫോൾട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് ആദ്യത്തെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ആദ്യത്തെ കുറച്ച് ആളത്തേക്ക് അവർ ചെയ്യും. പിന്നെ അത് ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ചില കസ്റ്റമേഴ്സ് ഈ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുമ്പോഴാണ് അതൊക്കെ പോയി നോക്കണം. അപ്പോൾ ചിലപ്പോൾ SPD പോയി കിടക്കണോ, SPD പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാനൽ വർക്കില്ല. അപ്പോൾ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൂടും. കൂടുമ്പോൾ നമ്മൾ വിളിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ലോഗ് എടുത്ത് പോയി കഴിയുമ്പോൾ ഒരു മാസം മുമ്പേ പോയാൽ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു മാസത്തേക്ക് പുള്ളി തിരിഞ്ഞു കിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. അതേപോലെ നമുക്ക് ഓൺലൈൻ മോണിറ്ററിംഗ് ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നെറ്റ് കണക്ടിവിറ്റി ഉള്ള സ്ഥലങ്ങൾ നമ്മൾ കോൺഫിഗർ ചെയ്യുന്നുണ്ടല്ലോ, മൊബൈലിലേക്ക് കോൺഫിഗർ ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞ മാതിരി ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് മാത്രം നോക്കുള്ളൂ, പിന്നെ നോക്കില്ല. ചില വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോലെയാണ്, അങ്ങനെ ഉണ്ട്, നോക്കലൊന്നും ഉണ്ടാവില്ല. മെസ്സേജ് ഇങ്ങനെ വന്ന് പറഞ്ഞു കിടക്കും എന്ന് പറഞ്ഞാൽ കുറേ ആയി കഴിയുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്ത് കളയും എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ നോക്കുള്ളൂ. അപ്പോൾ ഈ ഓൺലൈൻ മോണിറ്ററിംഗ് ഉള്ള കേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും. നമുക്ക് ഇങ്ങനെ അടുത്ത വഴി അറിയാൻ പറ്റുള്ളൂ ഒരു കസ്റ്റമറുടെ നേച്ചർ എന്താണെന്നുള്ളത്. പുള്ളി നോക്കും, അല്ലെങ്കിൽ ശരിയായിട്ട് നോക്കും, അല്ലെങ്കിൽ ഒട്ടും മൈൻഡ് ചെയ്യാത്ത എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ റാൻഡമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചില സ്ഥലത്ത് പ്രൊഡക്ഷൻ കുറവ്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അതങ്ങനെ പോയിട്ടുണ്ട്, SPD റെഡ് കളറിലായിട്ടുണ്ട്. അത് അപ്പോൾ SPD മാറ്റിയിട്ടാൽ മാത്രമേ നമുക്ക് ആ പ്രൊഡക്ഷൻ മാക്സിമം കിട്ടുള്ളൂ. ഓഫായി കിടക്കുന്നത് ഇത് പല ഒരു 3-4 പ്രൊട്ടക്ഷൻ ഡിവൈസസ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം. ആ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ അത് കസ്റ്റമർ ഒന്ന് നോക്കണം, എന്തെങ്കിലും പോയിട്ടുണ്ടോ, പ്രൊഡക്ഷൻ എല്ലാം ഉണ്ടോ. അത് ഓൺലൈനിൽ നോക്കിയാൽ മാത്രം ഇടയ്ക്ക് മാനുവലായിട്ട് ഇങ്ങോട്ടുള്ള പ്രൊഡക്ഷൻ ഇതൊക്കെ ഒന്ന് ഒത്തു നോക്കണം, കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ അത് അത്ര കൃത്യമായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ആരെങ്കിലും ഒരാളാണ് ആരെന്ന് വെച്ചാൽ താല്പര്യമുള്ള ഒരാളുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഓരോ സെക്ഷനിൽ ഇതൊക്കെ നോക്കണം. ഈ SPD ഇപ്പോൾ ഗ്രീൻ കളറാണ്, അത് റെഡ് കളറാണോ നോക്കണം. അതൊക്കെ പറഞ്ഞു കൊടുത്ത് ഇത് ഓഫായി കിടക്കണ്ടോ, ഓണായി കിടക്കണ്ടോ, പൊസിഷനിൽ വരുമ്പോൾ പ്രശ്നം എന്താണ്, റീഡിംഗ് എടുക്കുമ്പോൾ ഇത് ഓരോ ഇപ്പോൾ 2 സ്ട്രിംഗ് ആയിട്ട് കൊടുത്തെങ്കിൽ ഓരോ സ്ട്രിംഗിലും എത്ര വോൾട്ടേജ് ഉണ്ട് നോക്കാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ സൈറ്റിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അവർക്കത് മോണിറ്റർ ചെയ്യാവുന്ന ഓപ്ഷനേ ഉള്ളൂ. പിന്നെ ഓരോരുത്തർ തിരക്കും കാരണം അത് നോക്കലുണ്ടാവില്ല, പിന്നെ അത് അങ്ങനെ ശീലം ഇല്ലാണ്ടായി പോകും. പിന്നെ പ്രശ്നം വരുമ്പോഴാണ് അത് നോക്കുള്ളൂ. അപ്പോൾ കസ്റ്റമറും എപ്പോഴും നോക്കിക്കൊള്ളണം, ഒന്ന് മോണിറ്റർ ചെയ്തോളണം. പാനൽ ക്ലീനിങ്ങിന്റെ കേസ് ആയാലും കസ്റ്റമർ ഇതേപോലെ നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് കസ്റ്റമറുടെ ഉത്തരവാദിത്തം തന്നെയാണ്. പിന്നെ വേറെ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്ത് ചെയ്യാവുന്ന പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇൻസ്റ്റാളർ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന്റെ ഒരു കൊടുക്കേണ്ടി വരും മാത്രം. പലരും തെറ്റിദ്ധരിച്ചേക്കുന്നത് ഈ 5 വർഷത്തെ ഇതിനകത്ത് പാനൽ ക്ലീനിങ് ഉൾപ്പെട്ടുണ്ടെന്നുള്ളതാണ്. അത് ഉൾപ്പെട്ടിട്ടില്ല. ഇനി അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ഡീലർമാരുണ്ടെങ്കിൽ അതും കൂടി അതിന്റെ പേയ്മെന്റ് ഓൾറെഡി പ്രൊട്ടക്ഷൻ വാങ്ങിച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല, നല്ല കാര്യമാണ്. ഒരു ആഡഡ് സർവീസ് എന്ന രീതിയിൽ അത് വ്യാഖ്യാനിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ സബ്സിഡി സൂചിപ്പിച്ചു. സബ്സിഡിക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും കിട്ടോ? അത് എങ്ങനെ ചെയ്താലും നമുക്ക് സബ്സിഡി കിട്ടും? അതായത് സബ്സിഡി കിട്ടാനായിട്ടുള്ള ഫസ്റ്റ് എലിജിബിലിറ്റി ഇന്ത്യൻ പൗരനായിരിക്കണം. അങ്ങനെ ഒരു പേരിലൊരു ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടായിരിക്കണം, കൺസ്യൂമർ നമ്പർ ഉണ്ടായിരിക്കണം. പിന്നെ സബ്സിഡി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ DCR പാനൽ ഉപയോഗിച്ചിരിക്കണം. DCR പാനൽ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് കണ്ടന്റ് ആയിട്ടുള്ള, അതായത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന മോഡ്യൂളും പാനലും ഉപയോഗിച്ചാൽ മാത്രമേ സബ്സിഡി കിട്ടുള്ളൂ. അല്ലാത്ത പാനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സബ്സിഡി കിട്ടില്ല. ഈ DCR പാനലുകൾ മാർക്കറ്റിൽ എത്ര കമ്പനി? ഒരു ഇന്ത്യയിലെ ഒരുവിധമുള്ള എല്ലാ കമ്പനീസും DCR പാനൽ ഉണ്ടാക്കുന്നുണ്ട്, നോൺ DCR പാനൽ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഒരു വ്യത്യാസം DCR പാനൽ അതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ കണ്ടന്റും ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ആണ് എന്നാണ് പറയപ്പെടുന്നത്. മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ സാൻഡ്വിച്ച് ചെയ്യുന്ന പരിപാടിയുണ്ട്, അത് നോൺ DCR കാറ്റഗറിയിൽ വരുള്ളൂ. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സിഡി കിട്ടില്ല. അപ്പോൾ അതിന് DCR സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ DCR സർട്ടിഫിക്കറ്റ് ഈ പാനലിന്റെ സീരിയൽ നമ്പർ അടക്കം നമ്മൾ സബ്മിറ്റ് ചെയ്താലാണ് സബ്സിഡി പ്രോസസ് കംപ്ലീറ്റ് ആവുള്ളൂ. ഈ DCR നോൺ DCR സൂചിപ്പിച്ചല്ലോ. അപ്പോൾ നോൺ DCR പാനൽ മാർക്കറ്റിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ DCR അപേക്ഷിച്ച് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാവണല്ലോ, സബ്സിഡി ഒഴിവാക്കിയിട്ട് ആളുകൾ ചെയ്യുന്നെങ്കിൽ? ആ ക്വസ്റ്റ്യൻ പെർപ്ലക്സിംഗ് ക്വസ്റ്റ്യൻ ആണത്. അത് ശരിക്കും പറഞ്ഞാൽ DCR നോൺ DCRും തമ്മിൽ ഞങ്ങൾ ടെക്നീഷ്യന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് അതിന്റെ പ്രകടമായ വ്യത്യാസം ഒന്നുമില്ല. പക്ഷേ നമുക്കത് കോമൺ ഇതിനകത്ത് അങ്ങനെ ഒരു പറയാൻ പറ്റില്ലല്ലോ. വിലയിലുള്ള വ്യത്യാസം ഞാൻ പറയാം. നിലവിൽ മാർക്കറ്റിൽ DCR പാനലും അതേ കമ്പനിയുടെ നോൺ DCR പാനലും തമ്മിൽ 12 മുതൽ 14 രൂപ വരെ വ്യത്യാസമുണ്ട് പെർ വാട്ട്. DCR കൂടുതലാണ്. DCR റേറ്റ് കൂടുതലാണ്. പ്രൊഡക്ഷൻ എന്റെ പേഴ്സണൽ ഇതിനകത്ത് പ്രൊഡക്ഷൻ കൂടുതൽ നോൺ DCR തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നോൺ DCR പാനൽ വെച്ചിട്ടല്ലേ 5 കിലോ ചെയ്യുന്നത് നല്ലത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ്. ഇത്രയും വ്യത്യാസം വരുമ്പോൾ 12 വെച്ച് കണക്കൂട്ടിയാൽ തന്നെ 5 കിലോ 60,000 രൂപ പാനലിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നിലവിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് നോൺ DCR വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോർട്ടലിൽ PM സൂര്യകറിൽ കയറിയിട്ട് സബ്സിഡി വേണ്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് വെക്കാൻ പറ്റും. ഇത്രയും നാൾ വേണ്ടായിരുന്നു. നോൺ DCR പാനൽ വയ്ക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റലേഷൻ എന്ന രീതിയിലാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. ഇനി ഈ 2027 മാർച്ച് വരെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സിഡി വേണ്ടെന്നുള്ള നിരാകരിച്ചിരിക്കുന്നു എന്നുള്ള ഇതൊട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ 5 കിലോ വാട്ടിൽ 60,000 രൂപ വ്യത്യാസം പറഞ്ഞു. അതായത് 5 കിലോ വാട്ടിന്റെ മുകളിലേക്ക് ലാഭം അങ്ങനെ തന്നെയാണ്.
അപ്പോൾ എം പാനലിന്റെ ഇൻസ്റ്റാളറുടെ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഈ സബ്സിഡി പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതിനകത്ത് വരുമ്പോൾ സബ്സിഡി സ്വന്തം അക്കൗണ്ടിലേക്ക് വരണോ എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് നമുക്ക് സബ്സിഡി പാനൽ ചെയ്യുന്നത് 3 കിലോവാട്ടൊക്കെ കുഴപ്പമില്ലാതെ ചെയ്യാം.